വ്ളോഗിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്നത് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വരുമ്പോഴാണ്. ഇങ്ങനെ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാലാകാലങ്ങളായിട്ട് ഈ കാഴ്ചകളൊക്കെ കിടക്കുമല്ലോ. അങ്ങനെ നമ്മൾ ആ മാളിൽ നിന്നും കറങ്ങി അവസാനം സ്വാമിനാരായൺ ഗുരുകുൽ ആൻഡ് മന്ദിർ അവിടേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടെമ്പിളാണ് എവർ ഐ ഹാവ് സീൻ. പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ നിങ്ങളെയും കൂടി കണ്ണ് തള്ളിച്ചു തരാം. ചില സിനിമകളൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കുറേ കാലം സിനിമാ പെട്ടിയിൽ കിടന്നിട്ട് ഡിലേ ആയിട്ട് റിലീസ് ചെയ്യും. അതിൽ ചിലതൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റാവും, ചിലത് ഫ്ലോപ്പാവും. അതേപോലെയാണ് ഈ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് ഏതാണ്ട് 2 മാസത്തിനടുത്തായി. ഇത് ഹിറ്റാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എൻ്റെ ലൈഫിൽ പോയിട്ടുള്ള വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു ടെമ്പിളാണ് ഈ ഒരു സൂറത്തിലെ സ്വാമിനാരായൺ ഗുരുകുൽ ആൻഡ് മന്ദിർ. ഒരുപക്ഷെ മലയാളത്തിൽ ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് വ്ളോഗ് ചെയ്യുന്ന ആദ്യത്തെ യൂട്യൂബർ ഞാനായിരിക്കാം. കാരണം ഞാൻ അങ്ങനെ ഒരു വ്ളോഗും ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഗുരുകുൽ 1992 എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഗുരുകുലും മന്ദിറും അടുത്തടുത്താണ്. അതെ, ആ ഒരു ചെടി ഒരു കുടത്തിന് അല്ല എന്താ പറയുക, കൊട കൊടയുടെ ഷേപ്പില് തൃശ്ശൂർ പൂരത്തിന്റെ കൊട പോലെ അല്ലേ, വിരിഞ്ഞാ നിക്കുന്നുണ്ട്. അവിടെ ആനയുണ്ട്. അന്ന് 2 കൊല്ലം മുമ്പ് നിങ്ങൾ മറ്റേ വേറൊരു സ്ഥലത്ത് പോയിരുന്നില്ലേ, പോയിച്ച? അതും കൂടുതലുണ്ടെന്നാണ്. ഇത് ജസ്റ്റ് അമ്പലത്തിനോട് ചേർന്നുള്ള കുറച്ച് അതേ ഉള്ളൂ. മറ്റേ കുറച്ച് ഏരിയ കൂടുതലുണ്ട് പോയിച്ച ആണല്ലേ. അത് ഞാനും അഭിലാഷും ഒക്കെ ജയ്സൽമീർ ഉദയ്പൂർ ട്രിപ്പ് പോയ സമയത്ത് ഇവരെല്ലാവരും കൂടി പോയ ട്രിപ്പാണ്. ഞാൻ പോയിട്ടില്ല, പക്ഷെ നമ്മളതിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിലെ ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. ഇതുപോലെ ഈ ഹൈന്ദവ സംസ്കാരത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗുജറാത്തിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും 8 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പോൾ ഇതിൻ്റെ പ്രവേശനം തികച്ചും സൗജന്യമാണ്. സമയം വരുന്നത് ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സന്ദർശകർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂറത്ത് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സ്വാമിനാരായൺ ഗുരുകുൽ ഉച്ചയ്ക്ക് ശേഷം പ്ലാൻ ചെയ്യുക. നമുക്ക് അകത്തേക്ക് പോയാലോ? ശിവഭഗവാൻ ഫാമിലി ശിവപാർവതി. ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം ചീറ്റണ പോലെയൊക്കെയാണ്. ആ ആനപ്പുറത്താണെങ്കിൽ 2 ആൾക്കാരിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വാമി ജപിക്കുന്നുണ്ട്. ഓരോ ഇങ്ങനെ ഇങ്ങനെ കുടങ്ങൾക്കുള്ളിലായിട്ട് ഓരോ പ്രതിഷ്ഠകൾ. ഇത് ഡിസൈൻ ചെയ്ത ആളെ എന്തായാലും സമ്മതിക്കണം അല്ലേ? ഞാൻ ഡൈറ്റിയുടെ ഫോട്ടോ വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ട്. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ മറ്റേ ആളുകൾ പറയുന്നുണ്ട്, യു ക്യാൻ ടേക്ക് പിക്ചർ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ. അതായത് ഈ നമ്മുടെ നാട്ടിൽ ദേവസ്വം എന്ന് പറയില്ല, ഇവിടെ ദേവസ്വം അല്ല, അതൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ തന്നെ എടുത്തു കൊടുക്കുന്നൊക്കെ ഉണ്ട്. സോ പേടിക്കേണ്ട ആവശ്യമില്ല.
3 ദിവസങ്ങൾക്ക് മുമ്പ് വഡോദരയിൽ ഞങ്ങൾ തപോവൻ വിസിറ്റ് ചെയ്തിരുന്നു. അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശ്രീ തിരുപ്പതി ബാലാജിയുടെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. വ്ളോഗിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്നത് ഇതുപോലത്തുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ്. ഇങ്ങനെ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാലാകാലങ്ങളായിട്ട് ഈ കാഴ്ചകളൊക്കെ കിടക്കുമല്ലോ. നമ്മളിവിടെ വന്നതാണ് ഓൾറെഡി. പിടിച്ചില്ലേ പാമ്പ് പാലാഴി മകനം എത്ര കണ്ടാലും മതി വരാത്ത അല്ലേ? ഇവിടുന്ന് ഹനുമാനെ കാണുമ്പോൾ അതെ. നിങ്ങൾ ദൂരെ നിന്ന് കണ്ട ആ വലിയൊരു ബിൽഡിങ്, അതിൻ്റെ മേലെയായിട്ടൊരു ഹനുമാൻ സ്വാമിയുടെ ശില്പമുണ്ട്. 4 ആനകൾ നമ്മളെ വെൽക്കം ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു രൂപഘടന. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മെഡിറ്റേഷനൊക്കെ കേൾക്കുന്നുണ്ട്. പോയി നോക്കാം അല്ലേ? അതിന് മുന്നേ തന്നെ ഇതിന് ചുറ്റും 2 ശില്പങ്ങളുണ്ട്. ധ്യാനത്തിലിരിക്കുന്ന ശ്രീ മഹാദേവൻ്റെയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെയും ശില്പം നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു 10 മിനിറ്റോളം നമ്മൾ അവിടെ മെഡിറ്റേഷൻ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ ഹാളിൽ നിന്ന് എനിക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കിട്ടി. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹനുമാൻ സ്വാമിയുടെ ഒരു ശില്പം മുകളിലായിട്ടുണ്ടെന്ന്. ഇതാണ്. നമുക്ക് വളരെ ദൂരെ നിന്ന് തന്നെ ഒരു ക്ലിയർ വ്യൂ കിട്ടും ഈ ഒരു ഹനുമാൻ സ്വാമിയുടെ ശില്പം. അല്ല, ഓരോ ഇതിനകത്തും ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് പശുക്കള്. ഗുജറാത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു ഗോശാലയും പശുക്കളൊക്കെ ഉണ്ടാവും. പാലാഴി മദനമാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ ഇവിടുന്ന് പോകാനുള്ള സമയമായി. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ട്രെയിൻ ഉണ്ട്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ പോയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഗുരുകുലിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുവിധം ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്കൊക്കെ പോയി. അതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കൊന്നും കാണാത്തത്. എന്തൊരു ആംബിയൻസ് അല്ലേ. പിള്ളേരെന്തായാലും ലക്കിയാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പഠിക്കാൻ പറ്റുന്നത്. പഠിപ്പ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ബട്ട് ആംബിയൻസ് ഇസ് ക്വൈറ്റ് ഗുഡ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയറിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്തൊരു വ്ളോഗുമായി കാണാം. सन्मुखो भव दिव्यं मे दिव्यशक्तिः